കുവൈത്തിൻ്റെ ഫഹായിൽ നിന്നുള്ള കുവൈത്ത് സിറ്റിയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞാനും എൻ്റെ വാഹനവും. സബാ സാലിമ് കഴിഞ്ഞ് 6th റിംഗ് റോഡിലേക്ക് കടക്കാൻ ഏകദേശം 1 മിനിറ്റ്. ഇതാ ഇനി കാണുന്ന റോഡ് 6th റിംഗ് റോഡ്. ഇതിനിടയിൽ ഈ കുവൈത്തിൻ്റെ ഈ റോഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ റോഡ് സൈഡിലേക്ക് നോക്കിയാൽ വർണ്ണശബളമായ അലങ്കാരങ്ങൾ കൂടിയ അങ്ങ് പട്ടം പറത്തുന്നതൊക്കെ ഇപ്പോൾ ഇതിൽ കാണാം. 2 സൈഡിലൂടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഞാനിപ്പോൾ 120-നാണ് എൻ്റെ വാഹനം സഞ്ചരിക്കുന്നത്. ഈ ഫസ്റ്റ് ട്രാക്കിലൂടെ പോകുമ്പോൾ 120-140-ലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ സൈഡ് തരികയാണ്. സൈഡ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഞാൻ മുന്നിൽ കിടക്കും. ഇത് അവൻ സൈഡ് തന്നു. ഇപ്പോൾ ഞാൻ തന്നെയാണ്. ഞാൻ 140-ലൊക്കെ എത്തിയിരിക്കുന്നു. സിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ. ഈ സുഖം നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഈ മരുഭൂമിയിൽ ഇവിടെ അറബികൾക്ക് വേണ്ടി നാം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദിനാർ മാത്രം നമുക്ക് ബാക്കിയാവുന്നുണ്ടോ എന്ന് പോലും നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദിനാറിന് വേണ്ടി ഇവിടെ നാം ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഈ നല്ല ഒരു സമയം എന്തിന്, ആർക്ക് വേണ്ടി? നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം നാം ചിലവഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാണുന്ന ഈ സ്റ്റിയറിംഗ് ആണ് എൻ്റെ അരി എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനിടയിൽ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ക്യാമറ വരുന്നുണ്ട്. ചിലപ്പോൾ ക്യാമറ എന്നെ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ 140-ലൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ക്യാമറ, ഇതാണ് ക്യാമറ. പക്ഷെ എന്നെ അടിച്ചോ എന്നറിയില്ല. ക്യാമറ അടിച്ചാൽ 10 ദിനാർ പോകും. എൻ്റെ പുറകിൽ ഒരു വാഹനമുണ്ട്. ഞാൻ സൈഡ് കൊടുക്കുകയാണ്. ആ നായിൻ്റെ മോനെ പോയിക്കോ മോനെ, ആ വണ്ടി നമുക്ക് സൈഡ് കൊടുത്തൊന്ന് കാണാം. അപ്പം ഞാനത് കയറി, ആ വണ്ടി കയറിപ്പോയി. അതിൻ്റെ പിന്നാടി തന്നെ ഞാനും കയറി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ യാത്രകൾ. അധികവും സ്ത്രീകളാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല. കൂടുതലും വാഹനത്തിൻ്റെ ഡ്രൈവർമാർ സ്ത്രീകളാണ്. വലിയ വലിയ വാഹനങ്ങൾ പോലും സ്ത്രീകൾ ഓടിക്കുകയാണ്. ജീവിതമാം ഈ സുഖയാത്ര ഞാനിത് തീർത്തും നയിക്കുന്നെവിടെന്നാർക്കൊന്നറിയാമോ? എല്ലാരും ഗൾഫില് വന്ന് ജോലിയെടുത്ത് കാശുണ്ടാക്കി, ഞാൻ മാത്രം എന്തിന് എൻ്റെ ജീവിതം ചിലവഴിച്ചു? നോക്ക്, ചിന്തിക്ക് പ്രിയമുള്ളവരെ, കൂട്ടുകാരെ. ഇതാണ് എൻ്റെ വാഹനം. ഇപ്പോൾ ഞാൻ പോകുന്നത് കുവൈത്ത് സിറ്റിയിലേക്കാണ്. 5th റിംഗ് റോഡിലേക്ക് ഞാനിതാ കിടക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. എനിക്ക് കയറേണ്ടത് 4th റിംഗ് റോഡിലാണ്. ഇത് സാൽമിയ, അതേപോലെ ബയാൻ എന്നൊക്കെ സ്ഥലങ്ങളിലേക്കാണ്. ഇവിടുന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ കാണുന്ന ആ സിറ്റിയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളാണ് കുവൈത്ത് സിറ്റിയുടെ മുഴുവൻ. പക്ഷേ നമുക്ക് അവിടെ എത്തണമെങ്കിൽ ഇനിയും 10-25 കിലോമീറ്റർ സഞ്ചരിക്കണം. പക്ഷേ അവിടുത്തെ ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഈ ഗൾഫിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, ഞാൻ 120-ൽ വണ്ടി ഓടിക്കുമ്പോഴും എൻ്റെ സ്റ്റയറിങ് അനങ്ങുന്നുണ്ടോ നാട്ടുകാരെ? നമ്മുടെ ഇന്ത്യയിലാകുമ്പോൾ നമ്മളിതാ ഒരു 120 വണ്ടി ഓടിക്കുകയാണെങ്കിൽ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് വളവും തിരിച്ച് എത്ര തിരിക്കണം? ഇതാ എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല. ഒരു കാലം എൻ്റെ സീറ്റിൽ മടക്കി വെച്ചു, മറ്റേ കൈയും മറ്റേ ഒരു കൈ ഇതാ ഞാൻ ഇവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാലും ഒരു കൈയും പ്രവർത്തിക്കാതെ നമുക്ക് എത്ര സുഖമുള്ള യാത്ര. എനിക്ക് തിരിയേണ്ട റോഡ് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പാട്ടൊന്ന് ഒഴിവാക്കട്ടെ. ഇവിടുന്ന് ഞാൻ നേരത്തെ 4th റിംഗിലൂടെ കയറിയാൽ ഹവല്ലി, വലത്തോട്ട് കയറിയാൽ സാൽമിയയിലേക്ക് പോകാം. ഇപ്പം ഞാൻ വലത്തോട്ട് കയറി പിന്നെ ഇടത്തോട്ടാണ് എനിക്ക് തിരിയേണ്ടത്. ജഹ്റ റൂട്ടിലേക്കാണ് എനിക്ക് തിരിയേണ്ടത്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഹവല്ലി, സുറ, അതുപോലത്തെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് എത്താൻ കഴിയും. ഗൾഫിനെ കാണാത്ത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി ഈ കാഴ്ച. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒരുപാട് പക്ഷേ ഞാൻ ആ ട്രാഫിക്കിനൊക്കെ ഓവർടേക്ക് ചെയ്യുകയാണ് നാട്ടുകാരെ.
എല്ലാ ട്രാഫിക്കിനെയും എല്ലാ വണ്ടികളും ഓവർടേക്ക് ചെയ്യും. ഇവിടെ എനിക്കും നിൽക്കേണ്ടി വന്നു. എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു വണ്ടികളൊക്കെ പോകണം. ഒരു വലിയ വളവ്, ഒരു ബ്രിഡ്ജിലേക്ക് 4-ാം നമ്പർ റോഡിലേക്ക് കയറുമ്പോൾ ഒരു വലിയ വളവ്, കൊടുംവളവ് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന് ചുരം എന്ന് പേരുള്ളൂ. എൻ്റെ പുറകിലുള്ളത് ഒരു പോലീസ് വാഹനമാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന നോക്കിയിട്ട് പോലീസുകാരെ നോക്കി ചിരിക്കുകയാണ്. അവരെയും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ പിടിച്ച് ആപ്പിലാക്കുമോ എന്ന ഒരു പേടി കൊണ്ട് അത് ഞാൻ തുനിയുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ മെയിൻ റോഡിലേക്ക്, അഥവാ 4-ാം നമ്പർ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ സൈക്കിൾ യാത്രക്കാരെ നമുക്ക് കാണാം. ഇതാ ഒരു മിസിരി ഒരു സൈക്കിളുമായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ട്. സൈക്കിളുകളുണ്ട്, പല പല ആളുകൾ സൈക്കിളുമായിട്ട് ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ഇവിടെ വെറും 10-40 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും. 40 വേണ്ടെന്നുണ്ട്. ഇപ്പോൾ ഒരു സൈക്കിളിന് 10-20 ദിനാർ. ഒരു സ്കൂട്ടറിനൊക്കെ ഇവിടെ 100-120 ദിനാറിന് സ്കൂട്ടർ തന്നെ കിട്ടും. ഒരു ബ്രിഡ്ജ്, നമ്മുടെ നാട്ടുകാരൊക്കെ വിളിക്കുകയാണെങ്കിൽ പാലം, ഒരു പാലത്തിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ് ഇപ്പം ഞാൻ. ഇത് സൗദി പറയുകയാണെങ്കിൽ ഇതിന് കുബരി എന്ന് പറയും. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഇതിൻ്റെ നേരെ കീഴെ നമുക്ക് ഹവല്ലിയാണ്. ഇനി ഞാനിപ്പോൾ ഹവല്ലിയിലേക്ക് തിരിയേണ്ടതുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു. ഒരു ജഗലിൽ കയറി കഴിഞ്ഞാൽ താഴോട്ട് നമുക്കൊന്ന് കാണാം. താഴത്ത് ഭയങ്കര ട്രാഫിക്കാണ്, വലിയ ട്രാഫിക്കാണ്, ഏറ്റവും വലിയ കൊടും ട്രാഫിക്കാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. വാഹനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 4 സിഗ്നലൊക്കെ ഇട്ടുകൊണ്ട് വാഹനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറച്ചൊക്കെ പോകുന്നുണ്ട്. എന്നെ പേടിച്ചിട്ട്, എൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും എന്നെ പേടിച്ചിട്ട് എനിക്ക് സൈഡ് തരികയാണ്. ഇന്നലെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റയ്ക്ക് നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്ക് നിന്നില്ലേ. ഇന്നലെ എനിക്ക് എത്തേണ്ട സ്ഥലം എത്തി. ഇവിടെ ഹവലിയിലെ സ്കൂളിൽ കുട്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോവുകയാണ്. അവിടെ എത്തിയിരിക്കുകയാണ്. ഹവലിയിലേക്ക് തിരികുകയാണ് ഇപ്പോൾ. ഏകദേശം ഈ പരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി ഈ പരിപാടി ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തു. കാണുക താമരശ്ശേരി എന്ന സൈറ്റിലൂടെ. താമരശ്ശേരിൻ്റെ സ്പെല്ലിങ് അവസാനത്തെ SSARY എന്നാണ്. താങ്ക് യു, ബൈ.